ഹായ്, ഞാൻ കൈ പൊങ്ങില്ലാണ്ട് എൻ്റെ ദൈവമേ ഓർത്തോ ഡോക്ടറെ എല്ലാം കണ്ട് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി ഒക്കെ വേദന കൊണ്ട് സഹിക്കാൻ പാടില്ലാണ്ട് ഞാനിവിടെ വന്ന് വാട്ടത്ത് ഓർത്തോ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എന്നിട്ടും ആ മെഡിസിനും കൊണ്ട് കുറഞ്ഞില്ല. ഇപ്പം ഞാനിവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഇവിടെ വാഴക്കുളത്ത് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ വന്ന് ആ സാറും ആ മാഡവും കൂടെ കൂടി ഫിസിയോതെറാപ്പി ചെയ്ത് 5 ദിവസം ചെയ്തോളൂ. എൻ്റെ വലത് കൈ പൊക്കാറായി. വലത് കൈ പുറകോട്ട് വേണ്ട, വലത് കൈ ഈസി ആയിട്ട് പൊക്കാം, ഇടത് കൈ പൊക്കാറുന്നു. പക്ഷേ വലത് കൈ പൊക്കാൻ പറഞ്ഞായിരുന്നു. വലത് കൈക്ക് എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ലായിരുന്നു. അതുപോലെ വലത് പെടലിക്ക് വലത് എളിക്ക് എല്ലാം പെയിനായിരുന്നു. പെയിനും കൊണ്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചായിരുന്നു ഉറങ്ങണേ. ലാസ്റ്റ് ഞാൻ ഓർത്തോ സാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ വേദന ഒന്ന് മാറ്റി തരുന്നു. ഇപ്പോൾ ജെസ്സി ചേച്ചി വേറെ എങ്ങും പോകണ്ട, ഇവിടെ പോയിച്ചാൽ മതി, ഫിസിയോതെറാപ്പി ചെയ്താൽ മതി. അവർ രണ്ടുപേരും ജെസ്സി ചേച്ചീൻ്റെ കൈ പൊക്കാറാക്കും. കൈ എല്ലാ വേദനയും മാറ്റി കിട്ടും. നീർക്കെട്ടോ നടുവേദനയോ മുട്ടുവേദനയോ കൈവേദനയോ എന്ത് വേദനയും മാറ്റി കിട്ടും. അവിടെ പൊക്കോ എന്ന് പറഞ്ഞു. ഞാനിവിടെ 5 ദിവസം വന്നോളൂ. വീണ്ടും വരാൻ പറഞ്ഞു, വന്നില്ല. ഇപ്പം ഞാൻ ആ നന്ദി പറയാനായിട്ട് സാറിൻ്റെയും മാഡത്തിൻ്റെ അടുത്ത് വന്നതാണ്. ആ സ്നേഹം അവരോട് പങ്കുവയ്ക്കാൻ വന്നതാണ്. വളരെ നന്ദി. നിങ്ങൾക്ക് ആർക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ട് വേദനകളുണ്ടെങ്കിലും ഈ മഴക്കാലത്ത് ഒന്നാമത് വേദനകൾ ഭയങ്കര വേദനകളാണ് എല്ലാവർക്കും. അപ്പം നിങ്ങൾ അവിടെ ഇവിടെ ഓടിപ്പഞ്ഞ് നടക്കാതെ നമ്മൾ വരേണ്ട അടുത്താണ് വരുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളിത് കാര്യമായിട്ട് എല്ലാവരും അവിടെ ഇവിടെ ഓടി നടക്കണ്ട, ഇവിടെ വരിക. ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്.